ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അവലോകനം ചെയ്യാം. ആദ്യമേ തന്നെ എയർപോർട്ട് അതോറിറ്റിയുടെയാണ്. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്, കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും അതിനകത്ത് പോരായ്മകൾ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ നമ്മൾക്ക് ഈ വർഷം എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതും കൂടെ ഒന്ന് അവലോകനം ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ഓഫീസറുടെ 24 hours before the departure. In between 10 and 5. 10 into 5. DMO, medical officer. Airport not be possible because we don't have the facilities set up and take a decision on how to do that. Second thing regarding the scheme of അത് പറയും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ കഴിഞ്ഞ വർഷം? ഒന്നുമില്ല. ശരി, താങ്ക് യു. ഫയർഫോഴ്സ് ഫയർഫോഴ്സ് KSRTC ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു? ഹജ്ജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായ നിലയിലാണ് അവരുടെ സേവനം ലഭിച്ചിരുന്നത്. അത് ഹജ്ജ് കമ്മിറ്റി ഏറെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു പിന്നീട് അത് പരിശോധിച്ച് വിലയിരുത്തി. 2024 കേരളത്തിൽ 3 എംബാർക്കേഷനിൽ നിന്നാണ് ഈ വർഷവും ഹാജിമാർ യാത്ര പുറപ്പെടുന്നത്. കൊച്ചിയോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും. ഈ 3 സ്ഥലത്തും ഏകദേശം 18,000 ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നും 4,400ഓളം ഹാജിമാരാണ് 14 ദിവസം ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ അവരുടെ യാത്ര സുഗമമാകുന്ന നിലയിൽ ഇപ്പോൾ കൊച്ചി എയർപോർട്ട് അതോറിറ്റി വലിയ നിലയിലുള്ള സൗകര്യങ്ങളാണ് ഹാജിമാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി ഒരുക്കി തരുന്നത്.